നാട്ടിലും മറുനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾക്കൊക്കെ എന്തു പറ്റി? 2 ദിവസമായി അവർ എല്ലാവരും സോറി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്തിനാണ്? സോഷ്യൽ മീഡിയ കണക്കിന് വിമർശിക്കുന്ന സോറി ട്രെൻഡിന്റെ അർത്ഥം പ്രജിത ബാലചന്ദ്രൻ പറഞ്ഞു തരും. കുറച്ചുനാൾ മുൻപ് യൂട്യൂബേഴ്സ് വഴി ബ്രാൻഡുകൾ പ്രചരിപ്പിച്ചൊരു മാർക്കറ്റിംഗ് തന്ത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഷാമ്പു നിങ്ങൾ വാങ്ങരുത്, വാങ്ങിയാൽ മുടി കൊഴിച്ചിലൊക്കെ നിന്ന് നിങ്ങൾ കഷ്ടത്തിലാകും, ഈ ക്രീം നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്, ചർമ്മം 24 മണിക്കൂറും തിളങ്ങുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നിങ്ങനെ ഒരു തലതിരിഞ്ഞൊരു പരസ്യം. ഇപ്പോഴിതാ ബ്രാൻഡുകൾ അതുപോലെ തന്നെ സർക്കാസമുള്ള മറ്റൊരു ട്രെൻഡുമായി ഇറങ്ങിയിരിക്കുകയാണ്. സോറി ട്രെൻഡ് എന്നാണ് അതിൻ്റെ പേര്. കൂടുതൽ നന്നായി പോയതിന് ക്ഷമിക്കണം സാറെന്ന് ബ്രാൻഡുകൾ നിങ്ങളോട് പറയും, മാപ്പപേക്ഷിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്ക് ഈ പുതിയ മാർക്കറ്റിംഗ് തന്ത്രം അത്ര പിടിച്ച മട്ടില്ല. ഉദാഹരണമായി ഒരു ബിസ്ക്കറ്റ് ബ്രാൻഡിന്റെ ക്ഷമാപണം കേൾക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഫണ്ട് തരുന്നതിൽ മാപ്പപേക്ഷിക്കുന്നു. പ്ലാനുകളും മറ്റും വേണ്ടെന്ന് വെച്ച് ഞങ്ങളുടെ ബിസ്ക്കറ്റിന്റെ രുചിയുടെ മായിക ലോകത്തിൽ തന്നെ നിങ്ങൾ പെട്ടുപോയെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കിത് വേണ്ടെന്ന് വെക്കാനാവാത്ത വിധത്തിൽ ഒബ്സസ്ഡ് ആയിപ്പോയെന്ന് ഞങ്ങൾക്കറിയാം. മാപ്പ്. ഒരു ഫാഷൻ ബ്രാൻഡിന്റെ മാപ്പപേക്ഷ ദേ ഇങ്ങനെയാണ്: ഞങ്ങൾക്കറിയാം ആളുകൾ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നുണ്ടെന്ന്, ഇതെവിടെന്ന് വാങ്ങിച്ചുവെന്ന് നിരന്തരം നിങ്ങൾക്ക് പറയേണ്ടി വരുന്നുണ്ടെന്ന്. എന്തു ചെയ്യാം, നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ ഇങ്ങനെയായിപ്പോയി. കാറുമായി പുറത്തു പോകുമ്പോൾ ആളുകൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനും കൈവീശി കാണിക്കുന്നതിനുമാണ് ഒരു കാർ കമ്പനി മാപ്പ് ചോദിക്കുന്നത്. ഇത്രയൊക്കെ മാപ്പ് പറഞ്ഞിട്ടും ഈ സോറി ട്രെൻഡ് അത്ര നല്ലൊരു തന്ത്രമായി സോഷ്യൽ മീഡിയയിൽ പലരും കാണുന്നില്ല. മാത്രമല്ല ചിലരത് വളരെ ഇറിറ്റേറ്റിംഗ് ആയൊരു മാർക്കറ്റിംഗ് ആയാണ് കാണുന്നത്. നെഗറ്റീവ് എന്ന് തോന്നുന്ന തരത്തിൽ മേന്മകൾ അവതരിപ്പിക്കുന്നത് ഒന്നാമതൊരു പുതിയ ആശയമല്ല. ഈ മാർക്കറ്റിംഗ് അത്ര ക്രിയേറ്റീവ് ഒന്നുമല്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലരുടെ അഭിപ്രായം. ഈ പഴകിപ്പൊളിഞ്ഞ തന്ത്രവുമായി വരുന്നതിന് വേണം ആദ്യം ബ്രാൻഡുകൾ മാപ്പ് പറയാനെന്ന് ചിലർ പറയുന്നു. ചില റേസിസ്റ്റ് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, അബദ്ധങ്ങൾ, സമൂഹത്തിൽ നടത്തുന്ന ഉത്തരവാദിത്തമില്ലാത്ത ഇടപെടലുകൾ തുടങ്ങിയവയ്ക്ക് ഉള്ളിൽ തട്ടി ബ്രാൻഡുകൾ മാപ്പ് പറയുന്നത് സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ഈ വ്യാജ മാപ്പൊന്നും നമുക്ക് വേണ്ട, കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ. പ്രഭുദേവ നായകനായി എത്തുന്ന വൂൾഫ് എന്ന ചിത്രത്തിലെ ഗാനരംഗത്തിന് വ്യാപക വിമർശനം. നടി പ്രഭുദേവയുടെ കാലിലെ തള്ളവിരലിൽ കടിക്കുന്ന രംഗമാണ് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയത്. പൂജ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തന്റെ ചടുലമായ നൃത്ത ചൂടുകൾ കൊണ്ട് സിനിമാ പ്രേമികളെ ഏറെ വിസ്മയിപ്പിച്ച നടനാണ് പ്രഭുദേവ. കുറച്ചു കാലങ്ങളായി ഒരു വമ്പൻ മടങ്ങിവരവിന് താരം ശ്രമിക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിലൊരു കംബാക്ക് നടത്താൻ ശ്രമിച്ചത് വലിയ വിമർശനമായി മാറിയിരിക്കുകയാണ്. തന്റെ പുതിയ ചിത്രമായ വൂൾഫിലെ സാസാ സാസ എന്ന ഗാനമാണ് സമൂഹ മാധ്യമത്തിൽ കടുത്ത വിമർശനങ്ങൾ നേരിടുന്നത്. പ്രഭുദേവയ്ക്കൊപ്പം അനസൂയ ഭരദ്വാജ്, റായി ലക്ഷ്മി, ശ്രീ ഗോപിക എന്നിവരാണ് ഗാനരംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഗാനത്തിന്റെ അവസാന ഭാഗത്ത് നടി നായകന്റെ കാൽവിരലിൽ കടിക്കുന്ന രംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാഞ്ഞത്. ഇത്രയും നിലവാരം കുറഞ്ഞ ഗാനം അടുത്തെങ്ങും കണ്ടിട്ടില്ലെന്നും കേവലം ബ്ലൂ ഫിലിമുകളുടെ നിലവാരത്തിലേക്ക് പ്രഭുദേവയുടെ കരിയർ കൂപ്പുകുത്തിയെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. നായികയ്ക്ക് പകരം നായകനാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഇത്രയും വിമർശനം നേരിടേണ്ടി വരില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഇനി ആ രംഗത്തിൽ പ്രഭുദേവ അഭിനയിച്ചതാകാം പ്രശ്നമെന്നും ചിലർ പറയുന്നു. അശ്ലീല ചിത്രങ്ങളുടെ നിലവാരത്തിലാണ് ഗാനം ചിത്രീകരിച്ചിരിക്കുന്നതെന്നും മാർക്കറ്റില്ലെന്നു കരുതി ഇത്ര നിലവാരമില്ലാത്ത സീനുകൾ ചെയ്ത് ശ്രദ്ധ പിടിച്ചു പറ്റാമെന്ന് പ്രഭുദേവ ചിന്തിക്കരുതെന്നുമാണ് സോഷ്യൽ മീഡിയ വിദഗ്ധരുടെ ഇപ്പോഴത്തെ നിലപാട്. അതേസമയം വിവാദങ്ങളും വിമർശനങ്ങളുമെല്ലാം ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും വിമർശനങ്ങളോടൊപ്പം തന്നെ ഗാനത്തിനെ പുകഴ്ത്തുന്നവരും കുറവല്ല. വിനു വെങ്കടേഷാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ആക്ഷൻ ചിത്രമായി ഒരുങ്ങുന്ന വൂൾഫിൽ മലയാളി താരം അഞ്ജു കുര്യനാണ് നായിക കഥാപാത്രമായി എത്തുന്നത്. കലാപരിപാടികൾ വേദി വിട്ട് പൊതുനിരത്തിലേക്ക് കൊണ്ടുവരുന്ന പുതിയ ശീലത്തിന്റെ പരിധി എവിടെയാണ്? അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വിഷയത്തെപ്പറ്റി അമൽ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാട്ട് കേൾക്കാൻ ഹെഡ്ഫോൺ ഉപയോഗിക്കുക എന്ന് പ്രത്യേക നിർദ്ദേശമുള്ള കൊച്ചി മെട്രോയിൽ ഒരു സംഘം കയറി വന്ന് ഉറക്കെ പാട്ട് പാടാൻ തുടങ്ങിയാലോ?
അടുത്തിടെയാണ് നിതീഷ് എന്ന യുവഗായകൻ ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ വലിയ രീതിയിലുള്ള ജനശ്രദ്ധ നേടുന്നത്. പൊതുസ്ഥലത്തും ബസ്സിലും പിന്നെ ഡെലിവറി ബോയ്ക്കും ലിഫ്റ്റ് കൊടുത്ത ലോറി ഡ്രൈവർക്കും മുൻപിലുമൊക്കെ ഗിറ്റാർ വായിച്ച് മനോഹരമായി പാടുന്ന റീലുകളായിരുന്നു നിതീഷ് ചെയ്തുകൊണ്ടിരുന്നത്. അവയ്ക്കൊക്കെ ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെയാണ് ലഭിച്ചത്. എന്നാൽ അടുത്തിടെയായി നിതീഷിന്റെ ഈ കോണ്ടന്റ് ക്രിയേഷൻ സമീപനത്തോട് വലിയ രീതിയിലുള്ള എതിർപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. കലാവാസന നല്ലത് തന്നെ, എന്നാൽ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യത്യസ്ത മൂഡിലുള്ള റാൻഡം ആളുകൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷനുകളിൽ ഉച്ചത്തിലുള്ള ഇത്തരം പാട്ടുപാടൽ ഒരു പൊതുശല്യമാണ് എന്നായിരുന്നു പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഒരേ മനസ്സോടെ യാത്ര ചെയ്യുന്ന ടൂർ പരിപാടികളിലൊക്കെ ആണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ സാധാരണ ബസ്സിലും ട്രെയിനിലും ഉള്ളവരുടെ മാനസികാവസ്ഥ എങ്ങനെയെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ നിശബ്ദതയാണ് മാന്യത. മാത്രമല്ല, ഇത്തരം കലാപ്രകടനങ്ങൾ അത് പാട്ടായാലും ഡാൻസ് ആയാലും പബ്ലിക് പ്ലേസിലോ ഇത്തരം ഇടുങ്ങിയ സ്ഥലങ്ങളിലോ ആകുമ്പോൾ ഒരു സിവിക് സെൻസ് ഇല്ലായ്മയാണ് കാട്ടുന്നത് എന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊരു മറുവാദം എന്തെന്നാൽ വളരെ സാധാരണമായി വഴിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുകയും ചെയ്യുന്ന മലയാളിക്ക് അപ്പോഴൊന്നും ഇല്ലാത്ത സിവിക് സെൻസ് ഇപ്പോൾ എങ്ങനെയുണ്ടായി എന്നതാണ്. എന്നാൽ അത്തരം ദുശ്ശീലങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പരാതി പറയുകയും മാറ്റാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ മലയാളികൾ. അതിനാൽ അതിന്റെ മറവിൽ ഇങ്ങനെയൊരു പ്രശ്നം കൂടി ഒളിച്ചു കടത്തുന്നത് ഒട്ടും നന്നല്ല. ഏതായാലും വിമർശനങ്ങൾ കടുപ്പത്തിലായപ്പോൾ നിതീഷ് തന്നെ ഒരു കമന്റിൽ തന്റെ പ്രവൃത്തിയിൽ ഖേദം പ്രകടിപ്പിച്ചു. ഇതൊക്കെ തന്റെ ഫസ്റ്റ് ടൈമാണ്, പൊതുസ്ഥലങ്ങളിൽ ഇത് ആവർത്തിക്കില്ല, ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കണമെന്നും നിതീഷ് പറയുന്നു. പബ്ലിക് പ്ലേസിലെ കലാപ്രകടനം എപ്പോഴും ഒരു പൊതുശല്യമാകണമെന്നില്ല. പല വിദേശ രാജ്യങ്ങളിലും പൊതുനിരത്തിൽ വെച്ചുള്ള പാട്ടും നൃത്തവും മാജിക്കുമൊക്കെ സാധാരണമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ നടപ്പാതയിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന പരിപാടിയോ മണിക്കൂറുകളോളം തിങ്ങിക്കിടക്കുന്ന ട്രാഫിക് ബ്ലോക്കുകളോ വീതിയില്ലാത്ത റോഡുകളോ അനാവശ്യ ഹോണടിയോ അവിടെയൊന്നും ഉണ്ടാകാറില്ല എന്നതും എടുത്തു പറയണം. ഇതിനു മുൻപ് ട്രെയിനുകളിൽ യാത്രക്കാർക്കിടയിൽ നിന്ന് നൃത്തം ചെയ്ത് റീൽസ് ഷൂട്ട് ചെയ്യുന്ന പെൺകുട്ടികൾക്കിടയിലെ ട്രെൻഡിനെതിരെയും തിരക്കുള്ള റോട്ടിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന ബിരുദന്മാർക്കെതിരെയും സമാന വിമർശനം ഉയർന്നിരുന്നു. ഉള്ളിലെ കലാവാസനകൾ എങ്ങുമെത്താതെ പോകുന്ന കാലമാണെങ്കിൽ വേണ്ടില്ല. എന്നാൽ എപ്പോൾ വേണമെങ്കിലും എവിടെയിരുന്നും തന്റെ കലാവാസന എന്താണെങ്കിലും ലോകമെങ്ങും എത്തിക്കാൻ സാധിക്കുന്ന കാലമാണിത്. അപ്പോൾ ആ സാങ്കേതിക വിദ്യയെ തന്നെ പൊതുനിരത്തിലേക്കും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലേക്കും കൊണ്ടുവരേണ്ട ആവശ്യകത എന്താണെന്നത് ഒരു ചോദ്യമാണ്. പലപ്പോഴും മറ്റുള്ളവർക്ക് കൂടുതൽ ശല്യമായി ഇവരെ പ്രോത്സാഹിപ്പിച്ച് ഫോണിലെ ക്യാമറ പൊക്കിപ്പിടിച്ച് ചുറ്റും കൂടുന്നവർ കലാസ്വാദനത്തെക്കാൾ അത് ഷൂട്ട് ചെയ്ത് സ്റ്റോറിയും സ്റ്റാറ്റസും ഇടാനാവും ലക്ഷ്യമിടുക. സിവിക് സെൻസിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി ഇടുന്ന പുതുതലമുറ അത് ഇത്തരം പുതിയ പരിപാടികൾക്കും ബാധകമാണെന്ന് ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ? വന്നു, കണ്ടു, മടങ്ങി. ഫുട്ബോൾ ലോകത്തെ മിശിഹായുടെ സർപ്രൈസ് വിസിറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയാവുകയാണ്. ക്യാമ്പ് നൗവിലേക്കുള്ള മിശിഹായുടെ വരവിന്റെ കഥയെക്കുറിച്ച് പറയുന്നു മെറിൻ കെ ബിജു. നീലയും ചുവപ്പും ചേർന്ന ആ വരയൻ കുപ്പായത്തിലേക്ക് തിരിച്ചെത്തി ഫുട്ബോൾ ലോകത്തിന്റെ മിശിഹ. ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ കൊതിക്കുന്നവരായിരിക്കും മെസ്സി ആരാധകർ. PSG ആ കരിനീല കുപ്പായത്തിലും ഇന്റർ മിയാമിയുടെ ആ പിങ്ക് കുപ്പായത്തിലും മെസ്സിയുടെ കളിമികവിന് ആരാധകർ പലകുറി സാക്ഷിയായിട്ടുണ്ടെങ്കിലും ബാഴ്സലോണയുടെ കുപ്പായത്തിലേക്കുള്ള മിശിഹായുടെ തിരിച്ചുവരവ് അത് ഇന്നും ആരാധകർ ആഗ്രഹിക്കുന്ന ഒന്നാണെന്നതിൽ സംശയമില്ല. എന്നാൽ ആ തിരിച്ചുവരവ് എന്ന്, എപ്പോൾ, എങ്ങനെയെന്ന ചോദ്യങ്ങൾ ബാക്കി നിർത്തി ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടായ ക്യാമ്പ് നൗവിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ സാക്ഷാൽ ലയണൽ മെസ്സി. ക്ലബ് അധികൃതരെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു താരത്തിന്റെ ഈ സന്ദർശനം. അടുത്ത സുഹൃത്തുക്കളായ റോഡ്രിഗോ ഡി പോളിനും പെപ്പെ കോസ്റ്റയ്ക്കുമൊപ്പമായിരുന്നു മെസ്സി കാറ്റലോണിയൻ മണ്ണിലേക്ക് എത്തിയത്. ക്യാമ്പ് നൗവിലെ നവീകരിച്ച പുതിയ മൈതാനം നോക്കി നിൽക്കുന്ന ചിത്രം മെസ്സി തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചതും. ആ ചിത്രത്തിനൊപ്പം അതിവൈകാരികമായ ഒരു സന്ദേശം കൂടി താരം കുറിച്ചിരുന്നു. അതിങ്ങനെയാണ്: എൻ്റെ ആത്മാവും ഹൃദയവും തുടിക്കുന്ന മണ്ണിലേക്ക് ഞാൻ തിരിച്ചെത്തി. വളരെയധികം സന്തോഷമുള്ള ഇടം. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയാണ് എന്ന് 1000 മടങ്ങ് തോന്നിപ്പിച്ച സ്ഥലം. ഒരു കളിക്കാരൻ എന്ന നിലയിൽ യാത്ര പറയാൻ ഒരു ദിവസം തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറെ ആവേശത്തോടെയാണ് ലോകമെമ്പാടുമുള്ള ബാഴ്സലോണ ആരാധകരായ കുള്ളേഴ്സ് മെസ്സിയുടെ ഈ സർപ്രൈസ് വിസിറ്റിന്റെ വാർത്ത ഏറ്റെടുത്തത്. ബാഴ്സലോണ പ്രസിഡന്റായ യുവാൻ ലെപ്പോർത്ത ക്യാമ്പ് നൗവിന്റെ ഉദ്ഘാടനത്തിന് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇതിഹാസ താരത്തിന്റെ ഈ സന്ദർശനം. അതിനിടെ അടുത്ത വർഷം നടക്കുന്ന ബാഴ്സലോണ ക്ലബ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ള നിലവിലെ പ്രസിഡന്റ് ലെപ്പോർത്തയ്ക്കെതിരെ പ്രചാരണത്തിൽ മെസ്സി ഭാഗമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 2021 കളി പഠിച്ചു വളർന്ന ബാഴ്സലോണയോട് യാത്ര പറഞ്ഞ് ലയണൽ മെസ്സി പുതിയ തട്ടകത്തിലേക്ക് ചേക്കേറിയത്. അന്നത്തെ മെസ്സിയുടെ വൈകാരിക പ്രസംഗം ഒരു ആരാധകരും മറക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. സീനിയർ ടീമിലും ജൂനിയർ ടീമിലും അങ്ങനെ 2 പതിറ്റാണ്ടോളം നീണ്ട കരിയറിനൊടുവിലായിരുന്നു മെസ്സി അന്ന് PSG കൂടുമാറിയത്. പിന്നീട് ഇന്റർ മിയാമിയിലേക്കും ചേക്കേറിയ മെസ്സി MLS 2025 സീസണിലെ ടോപ്പ് സ്കോറർ കൂടിയാണ്.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണുവരെ ഗുഡ് ബൈ ഫ്രം പൂജ രമേശ് ആൻഡ് കീപ് വാച്ചിങ് 24.